അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ 2 മണിക്കൂറിലേറെ നേരം വൈറ്റ് ഹൌസിൽ യോഗം ചേർന്നെങ്കിലും സമാധാന കരാർ സംബന്ധിച്ച് ധാരണ ആയില്ലെന്നാണ് റിപ്പോർട്ട്. ഇറാൻ അമേരിക്കൻ കരാറിന് അന്തിമരൂപമായിട്ടില്ലെന്ന് ഇറാനും അവകാശപ്പെട്ടിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളിക്കൊണ്ടാണ് ഇറാൻ പ്രതികരിച്ചത്. ഇറാൻ ജനതയുടെ അവകാശവും താൽപര്യവും കണക്കിലെടുത്തതിന് ശേഷം മാത്രമേ ഈ കരാറിൽ ഒപ്പുവെക്കുകയുള്ളൂ എന്നാണ് ഇറാൻ പറയുന്നത്. അന്തിമ കരാർ തയ്യാറായെന്ന് അമേരിക്ക പറയുന്നത് വസ്തുതാ വിരുദ്ധമാണെന്നും ഇറാൻ കരാർ പരിശോധിച്ച ശേഷം മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂവെന്നും ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. വെടിനിർത്തൽ കരാറിനായി ട്രംപ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിന് ശേഷമാണ് അന്തിമ കരാറിൽ ധാരണയിൽ എത്തിയെന്ന് അവകാശപ്പെട്ടത്. പക്ഷേ ഹോർമുസ് കടലിടുക്കിന്റെ വിഷയത്തിലും ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ തിരികെ നൽകുന്നതിലും ഇതുവരെ ധാരണയിൽ എത്തിയിട്ടില്ല. ഇറാന്റെ ആവശ്യം അംഗീകരിക്കും വരെ കരാറിൽ ഒപ്പുവെക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ഈ യുദ്ധത്തിൽ അമേരിക്ക വിജയിച്ചെന്ന ട്രംപിന്റെ അവകാശവാദവും ഇറാൻ തള്ളിക്കളഞ്ഞിരുന്നു. ഇറാൻ കരാർ അംഗീകരിച്ചതിന് ശേഷം മാത്രമേ യുദ്ധം അവസാനിച്ചെന്ന് പറയാൻ സാധിക്കൂ എന്നും പ്രതിനിധികൾ പറഞ്ഞു. ധാരണാപത്രം ഉടനെ ഉണ്ടാകും എന്നായിരുന്നു നേരത്തെയുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ. നാവിക ഉപരോധം ഉടൻ പിൻവലിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് മടങ്ങാം. കടലിൽ സ്ഥാപിച്ച മൈനുകൾ ഉടൻ നീക്കം ചെയ്യുന്ന ഉത്തരവാദിത്വം ഇറാൻ ഏറ്റെടുക്കണമെന്നും ഒരിക്കലും ആണവായുധം ഉണ്ടാക്കില്ലെന്ന് ഇറാൻ സമ്മതിക്കണമെന്നുമായിരുന്നു ട്രംപിന്റെ ആവശ്യം. ഹോർമുസ് കടലിടുക്ക് യാതൊരു ഫീസും ഏർപ്പെടുത്താതെ ഉടനെ തുറക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും പശ്ചിമേഷ്യൻ സംഘർഷ ഭീതി തുടരുകയാണ്. അമേരിക്കയും ഇറാനും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണങ്ങളും തുടരുന്നു. ഇസ്രയേലും ലെബനോണിൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയാണ്. അതേസമയം അമേരിക്കൻ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനായി പ്രത്യേക ദൗത്യ സംഘത്തെ ഇറാൻ രൂപീകരിച്ചു. വിപുലമായ ചടങ്ങുകൾ നടത്താൻ ഒരുങ്ങുകയാണ് ഇറാൻ. 3 പതിറ്റാണ്ട് ഇറാനെ നയിച്ച ഖമനേയ് ഫെബ്രുവരി 28-നാണ് അമേരിക്കൻ ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഏറ്റവും ഒടുവിലായി ഏപ്രിൽ മാസത്തിലാണ് സംസ്കാരം നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ യുദ്ധം കാരണം ചടങ്ങ് അപ്പോൾ മാറ്റിവെക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് സംസ്കാരത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത്. വിപുലമായ ചടങ്ങ് നടത്താൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുന്ന ശ്രമത്തിലായിരുന്നു ഇറാൻ. ഇതിനായി നേരത്തെ തന്നെ ഒരു പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയുടെ മൃതദേഹം ഇറാൻ ഭരണകൂടം ഇനിയും സംസ്കരിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ പലതവണ വന്നിരുന്നു. ഇസ്രയേൽ അമേരിക്കൻ ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലും ജനങ്ങൾ കൂട്ടം കൂടുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷ സാധ്യത കണക്കിലെടുത്തുമാണ് സംസ്കാര ചടങ്ങ് ഭരണകൂടം നീട്ടുന്നത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. മാർച്ച് മാസത്തിലും ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ ഭരണകൂടം ആലോചിച്ചിരുന്നു. എന്നാൽ അമേരിക്കൻ ആക്രമണങ്ങൾ ശക്തമായതോടെ സംസ്കാര ചടങ്ങിനുള്ള പ്രാരംഭ പദ്ധതികൾ ഇറാൻ ഉപേക്ഷിച്ചിരുന്നു. ഇറാൻ സ്റ്റേറ്റ് മീഡിയയായിരുന്നു ഇത് സംബന്ധിച്ച വാർത്ത അന്ന് റിപ്പോർട്ട് ചെയ്തത്.